ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അമ്മച്ചിൻ്റെ ഒരു കപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഒരു അടിപൊളി കപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. വെള്ളം വെച്ച് അതിക്ക് ഏലക്കായ് പട്ട അങ്ങനത്തെ ഇട്ടിട്ട് അതിക്ക് അരിയിടൽ കഴിഞ്ഞു കേട്ടോ. അരിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് തിളച്ച് റെഡിയായി വേവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അരി ഒന്ന് വേകുമ്പോഴത്തേന് നമുക്ക് ചിക്കൻക്ക് മസാല കൂട്ടാൻ കേട്ടോ. നമ്മൾ ചിക്കൻക്ക് മസാല കൂട്ടാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ചിക്കൻ മസാല കൂട്ടി വെച്ചതോ. നമുക്ക് ചിക്കൻ മസാല കൂട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളി വാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മസാലയ്ക്കുള്ള ഉള്ളി നന്നായിട്ട് വാട്ടി വരികയാണ്. വാട്ടി വന്നതിന് ശേഷം മാഗി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇടണം. എന്നിട്ട് നന്നായി വാട്ടിയെടുക്കുക. അങ്ങനെ വാട്ടിയതിന് ശേഷം ഈ പരിമളത്തിലാക്കി വെക്കുക കേട്ടോ. നമ്മളെ കപ്സിൻ്റെ റൈസിൻ്റെ മസാല ഇട്ടിട്ടുണ്ട്. വാട്ടി ആ പരിമളത്തിലാക്കിയിട്ട് നമ്മൾ ആ റൈസിൻ്റെ മസാല ഇടുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ജാറെടുക്കുക. ജാർക്ക് വെളുത്തുള്ളി, പിന്നെ അതിനുശേഷം തക്കാളി ഇടുക. വെളുത്തുള്ളിയും തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. തക്കാളി പച്ചമുളക് കൂടി ഉണ്ട് കേട്ടോ. പച്ചമുളക് ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് നല്ലോണം അരിച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഈ കാണുന്ന പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചേക്ക് ഇത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്ന് വാടുന്ന ടൈമിൽ നമ്മൾ ചിക്കൻ മസാല വരട്ടി വെച്ചില്ലേ. അപ്പോൾ നമ്മൾ അതിക്കൊരു ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ പൊരിക്കുകയാണ്. നന്നായിട്ട് നെരിയാതെ അത്യാവശ്യം ഒരു വേവിൽ പൊരിച്ചെടുക്കുക. പിന്നെ നമ്മൾ റൈസിൽ കിടന്നിട്ട് ഏകദേശം വേവ് കേട്ടോ. നമ്മൾ കൂട്ടി വെച്ച റൈസിൻ്റെ മസാലയ്ക്ക് നമ്മൾ ഉണങ്ങിയ നാരങ്ങ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് ലേശം സോസ്, തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ചിക്കൻ പൊരിച്ച് സെറ്റായി കിട്ടിയിട്ട് നമുക്ക് എന്നിട്ട് അതിക്ക് ആ മസാലയ്ക്ക് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ റൈസും ചിക്കനും പാടെ മിക്സ് ചെയ്ത് നമുക്ക് ഫുള്ള് വീഡിയോ അതിലെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.